particular cases. അതായത് എക്സിന് പല വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് വരുന്ന ചേഞ്ചസ് ആണ് പർട്ടിക്കുലർ കേസസ് പറയുമ്പോൾ നമുക്ക് ദ എക്സ്പോണൻഷ്യൽ സീരീസ് ഇ റൈസ് ടു എക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എക്സ് റൈസ് നമ്മൾ എന്ത് ടേം ചുമ്മാ ഡിനോട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ പിന്നെയും ഉണ്ട് പ്ലസ് എക്സെട്ര ഇതാണ് ഇത് അപ്പൊ ഫസ്റ്റ് കേസ് വെൻ എക്സ് ഈക്വൽ ടു 0 എക്സ് 0 വരുമ്പോൾ എന്തായിട്ട് മാറും ഇ റേസ് ടു 0 അല്ലേ വരുന്നത് എക്സ് 0 വരുമ്പം ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പം ഇതെന്ത് വരും 1 പ്ലസ് ഇവിടുത്തെ ടേം 0 അടുത്ത ടേം 0 ഇതെല്ലാം 0 അല്ലേ 0 പ്ലസ് എക്സെട്ര എല്ലാ ടേമും 0 കാരണം ബാക്കിയുള്ള ടേംസിനത് ഫസ്റ്റ് ടേം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടേംസിനകത്തും 0 ഉണ്ട് അപ്പൊ നമുക്കത് ഈക്വൽ ടു 1 എന്ന് കിട്ടി അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് ഇ റേസ് ടു 0 ഈക്വൽ ടു 1 എന്ന് കിട്ടി അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ഇ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ഇനി സെക്കൻഡ് കേസ് ആയിട്ട് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ അത് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇക്വേഷൻ അതുകൊണ്ട് നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ 1 ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര 1 ബൈ n ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എല്ലാ ന്യൂമറേറ്റർ മൊത്തം 1 ആയിട്ട് മാറും ഇത് നമുക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇ എന്ന് പറയുന്നത് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ 1 ബൈ 2 ഫാക്ടോറിയൽ അപ്പം ഇ റേസ് ടു എക്സിന് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇ അടുത്ത് എക്സ് ഈക്വൽ ടു മൈനസ് 1 കൊടുക്കുക when x equal to minus 1 x minus 1 വരുമ്പോൾ എന്ത് വരും e raised to minus 1 is equal to ഇവിടുത്തെ ടേമുകളെല്ലാം നമ്മൾ മൈനസ് വെച്ച് റീപ്ലേസ് ചെയ്യും 1 പ്ലസ് മൈനസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് 1 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് 1 ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര മൈനസ് 1 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെയല്ലേ വരുന്നത് ഓരോ ടേമിന്റെ അകത്തെ എക്സിന് പകരം മൈനസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യും സോ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 1 ഫാക്ടർ അടുത്തത് മൈനസ് 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്തായിരിക്കും 1 തന്നെ 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അടുത്തത് മൈനസ് 1 ക്യൂബ് മൈനസ് 1 ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ് മൈനസ് 1 ക്യൂബ് ഇങ്ങനെ വരും പ്ലസ് എക്സെട്ര ഇവിടെ എന്ത് മൈനസ് 1 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ അപ്പോൾ ഓൾട്ടർനേറ്റ് ടേംസ് പ്ലസും മൈനസും ആണ് അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ഇനി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എക്സ് ഇ റേസ് ടു 1 വന്നപ്പോഴത്തേക്കും ഇത് കിട്ടി ഇ റേസ് ടു മൈനസ് 1 വന്നപ്പോൾ ഇത് കിട്ടി അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇതൊരു റിസൾട്ട് ആണ് ഇ പ്ലസ് ഇ റേസ് ടു മൈനസ് 1 ഇവിടെ നമ്മൾ ഇ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് 1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇയും ഇ റേസ് ടു മൈനസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 1 പ്ലസ് 1 അല്ലെ അടുത്തത് ടേം പോയി പിന്നെ 2 ടൈംസ് 1 ബൈ 2 ഫാക്ടോറിയൽ പിന്നെ 2 ടൈംസ് പിന്നെ 1 ബൈ 3 ഫാക്ടോറിയൽ മൈനസ് 1 ബൈ 3 അതായത് ഓൾട്ടർനേറ്റ് ടേമുകൾ പോകും പിന്നെ ഉള്ളതെല്ലാം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യില്ല അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇത് എഴുതിയിട്ട് ചെയ്യാം ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തേതെല്ലാം പോസിറ്റീവ് ആണ് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ 1 by 2 factorial plus 1 by 3 factorial plus 1 by 4 factorial plus etc. 1 by n factorial plus etc. അടുത്തത് പ്ലസ് അടുത്തെന്താ 1 മൈനസ് 1 by factorial 1 by 2 factorial minus 1 by 3 factorial plus 1 by 4 factorial plus etc. alternate terms മൈനസ് വരും n ഇവിടെ ഓഡ് ആണെങ്കിൽ മൈനസ് ഈവൻ ആണെങ്കിൽ പ്ലസ് വരും അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ രണ്ട് ടേംസ് ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 അടുത്തത് 0 അല്ലേ നമ്മളിങ്ങനെ ആഡ് ചെയ്യും കോളം വൈസ് ആഡ് ചെയ്ത് ഇതും കൂടെ 1 ഇതും കൂടെ ചെയ്യുമ്പോൾ 0 പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 0 പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 0 പ്ലസ് എക്സെട്ര ഇതിങ്ങനെ പോകും അല്ലെ അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് 2 plus 2 into 1 by 2 factorial plus 2 into 1 by 4 factorial അപ്പോൾ നമ്മൾ 2 കോമൺ ആയിട്ട് എടുത്താൽ 1 plus
1/2 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമുക്ക് ജനറലി നമ്മൾ പറയുവാണെങ്കിൽ ഇ പ്ലസ് 1/e എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആദ്യം എക്സ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ നമുക്ക് ഇ കിട്ടി, പിന്നെ എക്സ് ഈക്വൽ ടു -1 കൊടുത്തപ്പോൾ ഇ റേസ് ടു -1 കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഓക്കെ ആണോ? ഇതേപോലെ തന്നെ നമുക്ക് ഇ റേസ് ടു -x എടുക്കാം. ഇ റേസ് ടു എക്സിന് പകരം ഇ റേസ് ടു -x വരുമ്പോൾ എന്ത് വരും? 1 minus x by 1 factorial plus minus x square by 2 factorial plus minus x cube by 3 factorial plus etc. minus x raised to n by n factorial plus etc. വരും. അപ്പൊ ഇതിൻ്റെ അകത്തും ടേമുകൾ ഓൾട്ടർനേറ്റ്ലി പ്ലസും മൈനസും ആയിരിക്കും. മൈനസ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇ റേസ് ടു എക്സും ഇ റേസ് ടു മൈനസ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് കൂടെ നോക്കാം. ഇ റേസ് ടു എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ് ഇവിടെ കിട്ടി. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പം 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് 1 ആദ്യം എക്സ് ഇ റേസ് ടു എക്സ് എടുക്കുമ്പോൾ ഈ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് അടുത്തതിന് ഓൾട്ടർനേറ്റ് ടേംസ് മൈനസ് ആ 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 ഉം 1 ഉം കൂടെ കിട്ടും. എക്സ് പോകും, എക്സ് സ്ക്വയർ ടേം 2 ടൈംസ് വരും, എക്സ് ക്യൂബ് ടേം പോകും, എക്സ് റൈസ് ടു 4 ടൈം 2 പ്രാവശ്യം വരും. അങ്ങനെ വരുന്നത് നോക്കുമ്പോൾ എന്താ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് എക്സ് ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. ഓഡ് ടേമുകളെല്ലാം ഓഡ് പവേഴ്സ് വരുന്നതെല്ലാം പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ 2 കോമൺ ആയിട്ട് എടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ 2 കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് നമുക്കൊരു റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റും. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് മൈനസും ചെയ്യാം. അപ്പൊ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ചെയ്താലോ? ഇ റേസ് ടു എക്സ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുവാണ്. മൈനസ് 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ? 1 ഉം 1 ഉം കൂടെ പോയി 0. അടുത്തത് എക്സ് ബൈ 1 ഫാക്ടോറിയൽ മൈനസ് ഓഫ് മൈനസ്, അപ്പൊ പ്ലസ് വരും. അപ്പം എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, ഇവിടുന്ന് മൈനസ് പോകുമ്പോൾ അത് പോയി. അപ്പം 2 ഫാക്ടോറിയൽ ടേം പോയി. അടുത്തത് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് റേസ് ടു 4 ടേം ആണ്, അത് പോകും.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? This is equal to 2 into x by 1 factorial, x cube by 3 factorial, x raised to 5 by 5 factorial plus etc. എന്ന് കിട്ടും. All termsന്റെ ഇതാണ് വരുന്നത്. Therefore, e raised to x minus e raised to minus x by 2. നമ്മളിവിടെ e raised to x plus e raised to ഇവിടെ e raised to x minus e raised to minus x ആണ് 2 times കിട്ടിയത്. അപ്പൊ അതിനെ by 2 ചെയ്യുമ്പം x by 1 factorial, x cube by 3 factorial, x raised to 5 by 5 factorial plus etc.